ശേഷമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. യെറ്റ് അനദർ ഒരു ട്രിപ്പ് വ്ളോഗ് തന്നെയാണിത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റെഡ്വുഡ് നാഷണൽ പാർക്കിലാണ്. അപ്പോൾ രാവിലെ റെഡിയായി. ഞങ്ങളുടെ കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. നൈദൂസ്. സോ റെഡ്വുഡ് നാഷണൽ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ടോളസ്റ്റ് ട്രീസ് മുതൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡ്രൈവ് ത്രൂ ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് ട്രീസിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ദെൻ ട്രീസ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു അറൗണ്ട് ഒരു 7:30 ആയി. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 8 സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. ഇനി ഫുഡും കൂടെയൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 8 o'clock സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 0.5 മൈലോളം ഒരു ബീച്ചുണ്ട്. ഇത് ഹിഡൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാമത്ത് കാലിഫോർണിയയിലാണ് ഈ ട്രീസ് ഓഫ് മിസ്റ്ററി ഉള്ളത്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഹൈവേ 101 ആണ്. അത് ലീഡ് ചെയ്യുന്നത് ഒരു സീനിക്കും ഡ്രിഫ്റ്റ് വുഡുമായിട്ടുള്ളൊരു ഷോർ ലൈനാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലൂടെ നമ്മൾ കയറി. ഇത് സ്റ്റേറ്റ് പാർക്ക് വേഴ്സസ് നാഷണൽ പാർക്ക് രണ്ടും കൂടെ കമ്പൈൻഡ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നി. ഓക്കെ, അപ്പോൾ നാഷണൽ പാർക്കും സ്റ്റേറ്റ് പാർക്കും കമ്പൈൻഡ് ആണ്. അപ്പം ഇറ്റ്സ് ലൈക്ക് എ വാസ്റ്റ് ഏരിയ ആണ് കേട്ടോ, ഒരുപാടുണ്ട്. വാട്ട് യു സേ? സ്റ്റോപ്പ്. ഇവിടെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്, വർക്ക് ഏരിയാസ് ആണ്. അപ്പം ഭയങ്കര സ്ലോ ഡൗൺ ആണ് ഇടയ്ക്കിടയ്ക്ക്. അവരൊരു പൈലറ്റ് കാർ ഫ്രണ്ടിൽ വിട്ടിട്ടാണ് കാർസ് എല്ലാം പാസ് ചെയ്യാൻ പറയുന്നത്. അപ്പം നമുക്ക് നല്ല സ്ലോ ഡൗൺ ആണ്. Oh, that's it. Drive the Vandi. Vandi means what? Say in English. What is Vandi? Vehicle. Car. Forgot. What? Who have 3 names? ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഒരു പൈലറ്റ് കാർ കാണും ഫ്രണ്ടിൽ പോകാൻ. ആ ഫ്രണ്ടിൽ പോകുന്ന പൈലറ്റ് കാറിനെ ഫോളോ ചെയ്ത് വേണം ബാക്കിയുള്ള കാർസ് ലൈൻ ബൈ ലൈൻ ആയിട്ട് പോകാൻ. അപ്പോൾ ആ റോഡ് വർക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് Vandi is going slow. This is how a traffic. Traffic. Yeah. Oh, look at this moat there. You see this moat? വർക്ക് ഏരിയ അവർ 1 way ആയിട്ടാണ് വിടുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാം, കണ്ടോ, നല്ല ടോളസ്റ്റ് ആയിട്ടുള്ള ട്രീസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് വൈൽഡ് ലൈഫ് വ്യൂയിങ് ഉണ്ട്, എൽക്ക് വ്യൂയിങ് ഏരിയ. See the storm inside. Yeah. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ട്രീസ് ഓഫ് മിസ്റ്ററിയിലാണ്. അവിടെ ഒരു ഗൊണ്ടോള റൈഡ് ഉണ്ട്. $30 ആണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഫേവറേറ്റ് റൈഡ് ആണെന്നൊക്കെ പറയാണ്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. $30 ആണ് ഇൻ പേഴ്സൺ. എന്തൊക്കെയോ പറയുന്നുണ്ട്. Papa have money, Naitu. I have money.
you have money in your piggy bank. Yeah, a lot of money. My piggy bank. ട്രീസ് കണ്ടോ എന്തൊരു ഉണ്ട് പൊന്നെ, നല്ല ഡീപ്പാണ് ട്രീസ്. Look at that. One tree feather. That tree. Ow! Oh my god. ഇത് ഓടി നടന്ന് ഫോട്ടോ എടുക്കുകയാണ്. കണ്ടല്ലേ നമ്മുടെ ബാനിയൻ ആൻഡ് ഡോഗ്സ്. പോൾ ബാനിയൻ എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. ഇതിൻ്റെ പ്ലേസിൻ്റെ പേര് ട്രീസ് ഓഫ് മിസ്റ്ററി എന്നാണ്. സോ ഇതൊരു ആൻ കൂപ്പർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ആക്സ് വെച്ചിട്ട് നിൽക്കുന്ന ഒരു സ്കൾപ്ചർ പോലെ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് നൈസ്. നമുക്ക് എൻട്രൻസിൽ തന്നെ ഇതുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാം. ആൻഡ് ഈ ഒരു ഓക്സ് ആക്ച്വലി ഒരു 35 feet ടോൾ ആൻഡ് ഇറ്റ് വെയ്സ് അറൗണ്ട് 30,000 pounds ആണ്. അതുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് ഇവരെന്തോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ ഇതിനെന്തോ ഒരു മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ചെയ്യാം. ഈ ഒരു ഗൊണ്ടോള റൈഡ് ഇത് ഇൻ ബിറ്റ്വീൻ ദ ട്രീസിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കണം, 0.8 മൈൽ നടന്നിട്ട് വേണം ആ ഒരു ഗൊണ്ടോള കയറാൻ. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു കൊള്ളാം, ഒരു ഫെയറി, ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ട് കാണാൻ. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പം ഏട്ടനും നൈതും ഒക്കെ കൂടെ നടക്കുകയാണ് കേട്ടോ കാണാൻ. ഗ്രാൻഡ് ഫാദർ ട്രീ. ഇപ്പം നമ്മൾ കുറേ ട്രീസ് കണ്ടു. ഒക്ടോപ്പസ് ട്രീ, എലിഫൻറ്റ് ട്രീ. ഓരോ ട്രീസിനും ഓരോ നെയിമാണ്. അവിടെ അവിടെ ഇതുപോലെ ഓരോ എക്സിബിറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സീന ഇത് വാട്ടർ. ട്രീ ഒരു ട്രീ തന്നെയാണ് 3 ബ്രാഞ്ചസ് പോലെ പോയിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ ബേൾ ട്രീ. അപ്പോൾ ഇത് 2016 ഈ ബേൾ ട്രീ ഒരു നൈറ്റിൽ വീഴുകയുണ്ടായി. പക്ഷെ ആരും കേട്ടില്ല എന്നാണ് പറയുന്നത് ആ വീഴുന്ന സൗണ്ട്. അപ്പോൾ അതൊരു Say hi, okay? Slowly. So, like this. On one, okay? ആക്ച്വലി ഈ ഒരു പേര് പോലെ തന്നെ ട്രീസ് ഓഫ് മിസ്റ്ററി തന്നെയാണ് കേട്ടോ. ഓരോ ട്രീയും ഓരോ മിസ്റ്ററി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബൈ ബൈ. I'm waiting for my papa. My papa to do the rescue. Yeah. Some cat later. Okay. We need to wait for Papa, right? Yeah. Gazing up the hill to these guardians of the forest, you will see many that defy.
ദിസ് ഈസ് കോൾഡ് കാത്തഡ്രൽ ട്രീ. ഇവിടെ കുറേ വെഡ്ഡിങ്സ് ടേക്സ് പ്ലേസ് ചെയ്യാറുണ്ട് ഈച്ച് ഇയർ. ഈ ഒരു ട്രീയുടെ ഫ്രണ്ടിൽ ഇറ്റ്സ് ലൈക്ക് ലുക്ക് ഹൗ ഹ്യൂജ് ദ ട്രീസ് ആൻഡ് ദ ടോൾ. കണ്ടോ എന്ത് ടോളാ, മൈ ഗോഡ്. ഓരോ ട്രീസും കാണണോ എൻ്റെ, കണ്ടോ ഡൗണിലൊരു ട്രീ. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇത്രയും ബിഗ് ടോളസ്റ്റ് ട്രീസൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓരോ ട്രീസിനും 25,000, 35,000, 3,000 ഇയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. 3,000 ഇയേഴ്സ് ഓഫ് സ്കൈ ട്രയൽ കാത്തഡ്രൽ. ഓക്കെ. ഓരോ ട്രീയുടെ ബാർക്ക് എന്ന് പറയുന്നത് പ്രൊട്ടക്ടറാണ് കേട്ടോ എഗെയിൻസ്റ്റ് ഫയർ. ഓക്കെ. ആൻഡ് ഇറ്റ് ഹാസ് നെയ്തർ പിച്ച് നോ റെസിൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ വുഡിലും ഗ്രേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ട്രീസ് ഓഫ് മിസ്റ്ററിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ലൈക്ക് സൂപ്പർ കൂളാണ്, നല്ല കൂൾ ക്ലൈമറ്റ് കളറാണ് എൻ്റെ ആ ഒരു ബാർക്ക് സ്റ്റെമ്മും ഒക്കെ. അത് ആക്ച്വലി നമ്മൾ ബിൽഡിങ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇംപെർവിയസ് ടു ഡിസീസ് ആൻഡ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. സോ ഓരോ ബിൽഡിംഗ് വുഡിൻ്റെ ബാർക്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് സൂപ്പർ കൂൾ. നമ്മൾ വൺസിന് വയൽ കാണണം. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സ്കൈലൈൻ ഗൊണ്ടോളയിലോട്ടാണ്. ഇതാണ് ആ ഒരു ഏരിയ. സോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. My God. അങ്ങനെ ഞങ്ങൾ സ്കൈലൈൻ ഗൊണ്ടോളയിലോട്ട് കയറി. ഇതൊരു 10 minutes റൈഡാണ്. ഇത് ചെന്ന ഒരു പോയിന്റിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിന് ബാക്ക് നമുക്ക് അവിടെ നിന്ന് റൈഡ് ചെയ്യാം. ആൻഡ് നമ്മളിപ്പം ഇന്ന് കണ്ട ട്രീസ് ഫാമിലി ട്രീ കണ്ടു. അതൊരു സിംഗിൾ ട്രങ്കിൽ നിന്നാണ് മൾട്ടിപ്പിൾ ഇൻ്റർകണക്റ്റഡ് റെഡ്വുഡ് ട്രീസ് എമർജ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എലിഫൻറ്റ് ട്രീ കണ്ടു. അതൊരു യുണീക്ക് ഫോർമേഷനാണ്. ലോവർ ബ്രാഞ്ചസിൽ അതൊരു എലിഫൻറ്റ് ലെഗ് പോലെയൊക്കെ ഇരിക്കും. പിന്നെ ഒക്ടോപ്പസ് ട്രീ, പിന്നെ കാൻഡലാബറ ട്രീ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ട കാത്തഡ്രൽ ട്രീ, ബ്രദർഹുഡ് ട്രീ. ഇത്രയും ട്രീസാണ് ഇവിടുത്തെ മെയിൻ ഫേമസ് ആയിട്ടുള്ള ട്രീസ്. അപ്പം നമ്മൾ ആ വ്യൂ പോയിന്റിൽ കയറി പിന്നെ അവിടെ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പം ഇത് ട്രീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടോളസ്റ്റ് ട്രീസാണ് ഈ റെഡ്വുഡ്. അപ്പം നമുക്ക് ഡൗൺലോഡ് നോക്കുമ്പം കുറച്ചൊക്കെ പേടിയാവും കേട്ടോ, കാരണം അത്രയും ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടുള്ളതാണിത്. ഇതിൽ കയറാൻ അൺലോഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിൽ ഇറ്റ്സ് ലൈക്ക് വെൽക്കം ടു ടെഡ്സ് ബീച്ച്. ഒരു വ്യൂ പോയിന്റ് ആണ്. ലൈക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആക്ഷൻ. ഓ ഇവിടെ This really came after the. I said, by the way, we're gonna bring some friends with us. ഇത് ഇവിടുത്തെ ഓരോ ഫേൺസിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ഇല പോലെ തോന്നാറുണ്ട് ഈ ഒരു ഫേൺ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻഡ് ഫ്ലവേഴ്സ്. പിന്നെ ഈ പൈൻ കോൺസ് തന്നെ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട് കേട്ടോ. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈൻ കോൺസ് കുറിച്ചൊക്കെയാണ്. ഈ ഒരു ട്രീസ് ഓഫ് മിസ്റ്ററിയുടെ അകത്തുള്ള കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ എക്സിബിറ്റിൽ വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ്. ബ്രദർഹുഡ് ട്രീ നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. കാത്തഡ്രൽ ട്രീ, ട്രിനിറ്റി ട്രീ. ഓരോ ട്രീസിനും അറൗണ്ട് ഒരു 600 to 800 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. അതുപോലെ ഈ ഒരു ബ്രദർഹുഡ് ട്രീ
അറൗണ്ട് 3000 years ഓൾഡ് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അത് bear. Look. There is a bear. A bear. Oh my god, cutie. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇവിടുത്തെ ട്രയൽ ഓഫ് ടോൾ ടെയിൽസ്. ഇത് നമുക്ക് വാക്ക് അലോങ് ആ ഫുള്ളി ആക്സസിബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് പാത്താണ്. നമുക്ക് മാസീവ് ആയിട്ടും കാർവ്ഡ് ആയിട്ടുള്ള റെഡ് വുഡ് സ്കൾപ്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഒരു ഫാമിലി ഫ്രണ്ട്ലി വാക്കാണ്. സോ ഇത് കുറേ ട്രയൽ ഓഫ് ടോൾ ട്രീസ് എന്ന് പറഞ്ഞിട്ട് കുറേ ട്രയൽസ് പോലെ അവരിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ലിറ്റിൽ പീപ്പിൾ. Meet the little people in the land of giants. Some say they migrated over with the Irish. Some say they came with the Germans. It really doesn't matter, though, just as long as we have them. This little fella's name is Mossback. His particular talent is putting the moss on the north side of the tree. And being something of a practical joker, you know, be sure he got it on the north side. Neither, look up! Look at Scooter! ആൻഡ് ഈ ട്രയൽ ഓഫ് ടോൾ ടെയിൽസ് ഒരു യുണീക്ക് ഫാമിലി ഫ്രണ്ട്ലി വാക്കാണ്. ഈ ട്രീസ് ഓഫ് മിസ്റ്ററിയുടെ ഇടയിൽ കൂടെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ട്രയൽ വാക്കാണ്, ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് പാത്താണ്. അത് നമുക്ക് അതിൽ കൂടെ മാസീവ് ആയിട്ടുള്ള കാർവ്ഡ് റെഡ് വുഡ് സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. അതാണ് ഇതിലിവർ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കുറേ ഇങ്ങനെ സ്കൾപ്ചേഴ്സ് അവർ ചെയ്ത് വച്ചിട്ടുണ്ട്. Naidu is a baby. Let's say she's... Okay, you press that button. So, okay, we can hear the story. The fall was soon too big for those little old red schoolhouses they had in those days. It broke one of the two books which had all the knowledge of നമ്മൾ ട്രയൽ ഓഫ് ടോൾ ട്രീസ് ഒക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ട്രയൽ ഉണ്ടായിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗിഫ്റ്റ് ഷോപ്പിലോട്ടൊന്ന് ജസ്റ്റ് കയറിയിട്ട് അവിടുന്ന് നമ്മുടെ ലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ഈ ട്രീസ് ഓഫ് മിസ്റ്ററി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാൻ പറ്റിയില്ല, ബട്ട് സ്റ്റിൽ ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തു. കിഡ്സിന് ഇഷ്ടപ്പെടും ആ ഒരു ഗോണ്ടോള റൈഡ്. നൈദുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ വർത്താണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പ്രേറി ക്രീക്ക് റെഡ്വുഡ് സ്റ്റേറ്റ് പാർക്കിലാണ്. അവിടെ നമുക്കൊരു വിസിറ്റർ സെൻ്റർ ഉണ്ട്. അപ്പോൾ ആ വിസിറ്റർ സെൻ്ററിൽ കയറണം. പിന്നെ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഓൾഡ് ഗ്രോത്ത് ആയിട്ടുള്ള കുറേ കോസ്റ്റ് റെഡ്വുഡ് മെഡോസും ബീച്ചസും ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു റൂട്ടിലാണ് റൂസ്വെൽറ്റ്, എൽക്ക് ഹേർഡ്സ് ആൻഡ് ഫേൺ കാനയോൺ. പിന്നെ കുറേ ന്യൂമറസ് ആയിട്ടുള്ള ട്രയൽസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊരു സിനിക് ആയിട്ടുള്ള ഒരു ന്യൂട്ടൺ ഡി ഡ്വാരി പാർക്ക് വേ എന്ന് പറയും. ഈ പാർക്ക് ഓഫർ ചെയ്യണത് എൽക്ക് പ്രേറിയും ഗോൾഡ് ബ്ലഫ് ബീച്ചുമാണ്. അപ്പം അതൊക്കെയാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലേസസ് ടു വിസിറ്റ്. ആൻഡ് റൂസ്വെൽറ്റ് എൽക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഹേർഡ്സ് ഗ്രേസ് ചെയ്യണ ഈ മെഡോസിലാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. എൽക്ക് പ്രേറി എന്ന് പറയും. പിന്നെ ഇവിടെ വേൾഡ്സ് ടോളസ്റ്റ് ട്രീസ് ഉണ്ട് ട്രയൽസിൽ. പിന്നെ ഫേൺ കാനയോൺ. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ഗോൾഡ് ബ്ലഫ് ബീച്ചാണ്. ഇവിടെ നമുക്ക് പെർമിറ്റ് വേണം. ബട്ട് ആസ് ഇഫ് നൗ നമുക്കിപ്പം നൈദു ഒരു മെർമെയ്ഡായിട്ടിരിക്കുകയാണ്. ലിറ്റിൽ മെർമെയ്ഡ്. മണ്ണിൽ ഭയങ്കര കളിയാണ്. ആൻഡ് ഇവിടെ നമുക്ക് എൽക്കിനെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കണ്ടായിരുന്നു, കുറേ എൽക്സ് ഉണ്ട്.
അവർ ബീച്ചിലിങ്ങനെ ബീച്ച് വ്യൂവേഴ്സായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഫുള്ള് കാലൊക്കെ നനച്ച് ആ വെള്ളത്തിലൂടെ ഫുൾ നടക്കുമായിരുന്നു. നെക്സ്റ്റ് പോയിന്റായ ഫേൺ കാനിയോൺ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഡേ പെർമിറ്റ് വേണം കേട്ടോ, യൂസ് ചെയ്യാൻ ഒരു ഡേ പെർമിറ്റ് വേണം. അപ്പം നമ്മൾ ഇവിടെ ഒരു 5 PM കഴിഞ്ഞിട്ട് വന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ജുറാസിക് പാർക്ക് മൂവിയിൽ അവർ ഒരു ഫിലിം ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്പോട്ടാണ്. ആൻഡ് ഇത് ആക്ച്വലി ഫേൺസ് ആണ്. അപ്പോൾ ആ ഫേൺസിൻ്റെ ഇടയിൽ നമുക്ക് വാട്ടർ ഇങ്ങനെ വീഴുന്ന ആ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാം. കാനിയോണിൻ്റെ ആ ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മില്യൻസ് ഓഫ് ഇയേഴ്സ് എഗോ, അറൗണ്ട് ഒരു 325 മില്യൺ ഇയേഴ്സ് എഗോ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വാട്ടർ വീണ് അതൊരു റോക്കി സ്കൾപ്ചറായിട്ടാണ് രൂപപ്പെട്ടിരുന്നത്. പിന്നീട് അതിൻ്റെ ആ ഒരു റോക്കി സ്ട്രക്ചർ പിന്നീട് അത് മാറി ഒരു ഫേൺ കാനിയോൺ വോൾസ്, അതായത് ഈ ഒരു ഫേൺസ് അത് അവിടെ ഉണ്ടായി ഫുൾ ഓഫ് ഫേൺസ് ആണ്. ഇങ്ങനെ സ്റ്റീപ്പിൽ ഇങ്ങനെ ക്ലിങ്ങിങ് ചെയ്താണ് അത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആക്ച്വലി അറൗണ്ട് ഒരു ഇവിടെ പറയുന്നത് 3 ഇയേഴ്സ് എഗോ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ആ ഒരു ഓരോ ഫേൺസിനും. അപ്പം അതിൽ കൂടെ ഇങ്ങനെ വാട്ടറിൻ്റെ ഡ്രിസിൽസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ. ശരിക്കും ഇത് ബീച്ച് ഏരിയയാണ്. അപ്പം ഇതൊരു ബീച്ച് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ലൈക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ജുറാസിക് പാർക്കിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ ബിഫോർ 5 PM നമുക്ക് പെർമിറ്റ് വേണം. നമ്മൾ 5 PM ശേഷമാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു വെഹിക്കിൾ വിട്ടു. കാരണം റോഡ് കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ, സ്റ്റീപ്പാണ്. ആൻഡ് 1 വെഹിക്കിൾ അറ്റ് എ ടൈമൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. സോ ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു പ്രയറി ക്രീക്ക് റെഡ്വുഡ് സ്റ്റേറ്റ് പാർക്കിൽ വന്നൊക്കെയാണ്. ഈ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ തന്നെ ഉള്ള സ്റ്റേറ്റ് പാർക്കാണിത്. സോ അവിടെ ഒരു ചെറിയൊരു ട്രയലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ട്രയൽ എടുക്കുമ്പോൾ നമുക്ക് ഗോൾഡ് ബ്ലഫ് ബീച്ചിൻ്റെയൊക്കെ അടുത്താണ്. ഇവിടെ നമുക്കൊരു ബിഗ് ട്രീ കാണാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മളിവിടെ നിൽക്കുവാണ്. No, it's okay. Animals.
ഷോപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എനിക്ക് തന്നെ ഇവരുടെ ആ ഒരു ട്രീയുടെ ഇതിൽ നിന്ന് എടുത്ത് ചെയ്തേക്കുന്നത്. റെഡ് വുഡ് ബൗൾ. സോ ലുക്സ് ക്യൂട്ട്. Trees of mystery. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു സീനിക് ഓവർലുക്ക് കാണാനാണ്. ക്ലാമത്ത് റിവർ സീനിക് ഓവർലുക്ക്. അപ്പോൾ ഇതൊരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റീപ്പ് ഏരിയയാണ്. അപ്പോൾ അത് ഞങ്ങളൊരു ബീച്ച് സൈഡിൽ നിന്ന് ഓവർലുക്കൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ലേക്കും ആ ഒരു ഓഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിതിലൂടെ കാണാൻ പറ്റും. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. So we are going for a trial. Yeah. Who is in your hand? It's a mountain? No, it's a mountain lion. The mountain lion is coming. ബ്രിഡ്ജിന്റെ ഒരു ഇത് കണ്ടോ? ഫുള്ള് The tree is standing there. The tree over here. Oh, the nut. count the trees. 1, 2, 3, 4, 5. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു. ലേഡി ബർഡ് ജോൺസൺ ട്രയലൊക്കെ എടുത്ത് നേരെ വിട്ടത് സ്റ്റൗട്ട് ഗ്രോവ് കാണാനായിട്ടാണ്. അത് JDR സ്മിത്ത് റെഡ്വുഡ് സ്റ്റേറ്റ് പാർക്കാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഡിമ്മായി തുടങ്ങി കേട്ടോ ലൈറ്റൊക്കെ. അപ്പോൾ ഇതൊരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ട്രയലാണ്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 10,000 acres ഓഫ് ഓൾഡ് ഗ്രോത്ത് റെഡ്വുഡ് ഗ്രോവ്സ്, ഫേൺസ് ആൻഡ് സ്മിത്ത് റിവർ. അപ്പോൾ ഇവിടെ മാസീവ് ആയിട്ടുള്ള ട്രീസാണ്. ഇതിപ്പോൾ നമ്മൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ക്രസൻറ്റ് സിറ്റിയിലാണ്. അപ്പോൾ ക്രസൻറ്റ് സിറ്റിയുടെ തൊട്ടടുത്തായിരുന്നു ഈ സ്റ്റൗട്ട് ഗ്രോവ്. വളരെ തൊട്ടടുത്തായിരുന്നു. സോ അപ്പോഴത്തേക്കും കുറച്ചൊക്കെ നേരം അങ്ങ് ഇരുട്ടി. അപ്പം ഹോലാൻഡ് ഹിൽ റോഡുണ്ട്. റോഡിൽ കൂടെയാണ് പോകുന്നത്. സീനിക് ആയിട്ടുള്ളൊരു അൺപേവ്ഡ് റോഡാണ്. ദാറ്റ് വൈൻസ് ത്രൂ ദ ഹാർട്ട് ഓഫ് ദ റെഡ്വുഡ്സ്. ആൻഡ് ഇവിടെ തന്നെ കുറേ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ട്രയൽ ഹെഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രൈവ് എടുത്ത് സ്റ്റൗട്ട് ഗ്രോവിൻ്റെ അടുത്ത് പോയി കണ്ടു. കുറച്ച് ട്രീസൊക്കെ കണ്ടു. You need to run. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ അറ്റ് റെഡ്വുഡ് നാഷണൽ പാർക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് ട്രയൽ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഈ പാർക്കിലുള്ള പ്ലേസസും കണ്ടു. ഫുള്ളി ടയേർഡാണ്. അപ്പം റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായി കാണാം. ദിസ് ഇസ് ശ്രുതി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.